ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മനസ്സിലായ വാഹന നിർമ്മാണ കമ്പനിയാണ് BMW. ഇതൊരു ജർമ്മൻ വാഹന നിർമ്മാണ കമ്പനിയാണ്. ഇന്നത്തെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു X1 ആണ്, ഒരു എൻട്രി ലെവൽ SUV BMW ലൈനപ്പിൽ തന്നെ. ഇന്നത്തെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ പരിചയപ്പെടുത്തുന്ന X1 ഇതാണ്, ഒരു എൻട്രി ലെവൽ SUV ആണ് BMW ലൈനപ്പിൽ തന്നെ. ഒരു ലോ മെയിൻ്റെനൻസ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ് BMW X1. വണ്ടിയിലെ ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ വലിയൊരു ഗ്രിൽ യൂണിറ്റ് അതിന് കൊടുത്തത് കിഡ്നി ഗ്രിൽസ് എന്നാണ് ഇതിന് വിളിക്കുന്നത്. അതൊരു ക്രോം ട്രീറ്റ്മെൻറ്റും ഡോൾട്ടൺ കളറാണ്, ബ്ലാക്ക് ഫിനിഷും ക്രോം ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗൺമെറ്റൽ ഫിനിഷാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ BMW പ്രശസ്തമായ ലോഗോ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ താഴെ നോക്കുകയാണെങ്കിൽ ബമ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗൺമെറ്റൽ ഫിനിഷാണ് ഒരു ബമ്പർ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലൊരു ഹണിക്രോം ഗ്രില്ലും കാണാൻ സാധിക്കും. പിന്നെ ഹെഡ് ലാമ്പ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് LED ലാംപ്സാണ് BMW ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ഒരു കാണാൻ സാധിക്കും, ഒരു ഐസ് കാരണം പ്രശസ്തമായിട്ടൊരു ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്, റിങ് പോലുള്ളത്. താഴെ ഫോഗിലും കാണാൻ സാധിക്കും. ഇവിടെയും ഒരു ഗൺമെറ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഹണിക്രോം ഗ്രില്ല് കാണാൻ സാധിക്കും. ഇതിലൊരു അട്രാക്ഷൻ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബോണ്ടിൽ നമുക്ക് ഒരുപാട് ക്യാരക്ടർ ലൈൻസും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ഒരു SUVയുടെ ഒരു കരുത്ത് നമുക്ക് ഇതിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഒരു അലോയ് വീൽസാണ്. 17 ഇഞ്ച് അലോയ് വീൽസ് ഈ വാഹനത്തിൽ വന്നുള്ളത്. അത് ഡുവൽ ടോൺ കളർ, ഒരു ഗൺമെറ്റൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രേ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. 5 സ്പോക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് വീൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. 5 സ്പോക്ക്, അതിൽ BMW ലോഗോ കാണാൻ സാധിക്കും. പേഴ്സണക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അലോയ് വീൽ, ഭയങ്കര അടിപൊളി രീതിയിലാണ് ഒരു അലോയ് വീൽ ഡിസൈൻ ചെയ്തത്. പിന്നെ വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. സൈഡ് വ്യൂ മിറർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. LTN ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി ഗാർഡ് ഡോർ ഹാൻഡിലും അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ ഒരു ഗൺമെറ്റൽ ഫിനിഷ് നമ്മൾ താഴെയും കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ ഒരു ഡോറിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട്. ഒരു സ്കിറ്റ് പ്ലേറ്റ് പോലെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നല്ലൊരു സ്പോർട്ടി ഫീൽ നൽകിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഫിനിഷിനുള്ളിൽ ചേർന്ന് കാണുമ്പോൾ തന്നെ. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. റൂഫ് റെയിൽ കാണാൻ സാധിക്കും. ഒരു സൺറൂഫും വന്നിട്ടുണ്ട്. ഒരു പെനോരമിക് സൺറൂഫാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. CPയുടെ ഗ്ലാസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ വന്നുള്ളത്. 70 ഇഞ്ച് ഡിസ്ക് ബ്രേക്ക്, 5 സ്പോക്ക് കണ്ടോ. 4 വീലും ഡിസ്ക് ബ്രേക്കാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ബാക്ക് പ്രൊഫൈൽ മെയിൻ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ആ ഒരു ടൈലാംസാണ്. സ്പ്ലിറ്റഡ് ആയ ടൈലാംസാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. കണ്ടോ, ബാക്കി ഈ ബോഡിയോട് കയറി നിൽക്കുന്ന രീതിയിലാണ് ടൈലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വൈപ്പേഴ്സ് കാണാൻ സാധിക്കും. BMW EVM ഓട്ടോക്രാഫ്റ്റ് പ്രശസ്തമായ ഒരു BMW ഡീലർഷിപ്പ് ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. ഡിഫോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിനി അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ BMW ലോഗോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. S-Drive 20D എന്നൊരു ബാഡ്ജിങ് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോസ് ടിപ്പ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗൺമെറ്റൽ ഫിനിഷിൽ ഫ്രണ്ടിലെ ബമ്പറിൻ്റെ സൈഡും ബാക്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ 476 ലിറ്റർ ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വന്നുള്ളത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. സീറ്റ് ഫോൾഡ് ചെയ്യുന്ന ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ലിവർ പ്ലസ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കണ്ട് ഫോൾഡ് ആവും, 2 സീറ്റും ഫോൾഡായി. പിന്നെ BMW ഒരു മാറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ BMW ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടൂൾ കിറ്റും കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളത്. സ്പെയർ വീലും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഇത്രയും ബൂട്ട് സ്പേസ് വാഹനത്തിൽ വന്നുള്ളത്. നമ്മൾ ലഗേജ് കാര്യം നോക്കുമ്പോൾ സ്ക്രാച്ച് ചെയ്തിരിക്കാൻ ഒരു പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ഗൺമെറ്റൽ ഫിനിഷിലൊരു സ്കിറ്റ് പ്ലേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാനുവൽ ക്ലോസ് ചെയ്യുന്ന ബൂട്ട് ലിറ്റാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഡുവൽ ടോൺ കളറിന് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കീ വന്നിട്ടുള്ളത്. ലോക്കോണിലേക്ക് ബൂട്ട് സ്പേസും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വീണ്ടും പ്രശസ്തമായൊരു കീയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ലോഗോ കണ്ടില്ലേ. അപ്പോൾ അതോ പവർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലോക്ക് പിന്നെ ഗൺമെറ്റൽ ഫിനിഷിലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. അവിടെ ഒരുപാട് വലിയ സ്റ്റോറേജ് സ്പേസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെമ്മറി സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാം. ഇലക്ട്രിക് അഡ്ജസ്റ്റ് സീറ്റ്സും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ഇൻറ്റീരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ ഇതാണ് ഓരോ ഇതിനൊരു ഇൻറ്റീരിയർ വന്നുള്ളത്. ഡാഷ്ബോർഡ് ഭയങ്കര ഒരു പ്രീമിയം ലുക്കുള്ള ഡാഷ്ബോർഡ് ഹിമാനത്തിലും കൊടുത്തിട്ടുള്ളത്. BMW ലോഗോ കാണാൻ സാധിക്കും. പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ, മീഡിയ കൺട്രോൾസും ഇവിടെ പ്ലേസ് ഉണ്ട്. ഇത് ക്രൂയിസ് കൺട്രോളും മീഡിയ കൺട്രോൾസും ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ജർമ്മനാണ് ഒക്കെ ഈ സൈഡിലേക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യ വാഹനം നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും വൈപ്പർ കൺട്രോൾസ് കൊടുത്തുള്ളത്. ഇത് ഇവിടെ
ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തുള്ളത് BMW. ഇവിടെ വൈപ്പർ കൺട്രോൾസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇഗ്നിഷൻ കണ്ടോ, ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഹിമാഞ്ചിൽ കൊടുത്തിട്ടുള്ളത്. താഴെ ഡിജിറ്റൽ കൊടുത്തിട്ടുണ്ട്, 2 അൺലോക്ക് മീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇത് RPM ഗേജ് കൊടുത്തിട്ടുള്ളത്, ഇത് സ്പീഡ് മീറ്റേഴ്സാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ധാരാളം ഇൻഫർമേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു ഡീസൽ എഞ്ചിനാണ് ഹിമാഞ്ചിൽ വന്നിട്ടുള്ളത്. കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ വെറും 36,436 കിലോമീറ്റർ മാത്രം ഈ വാഹനം ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് മാത്രം ചെറിയ ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കാരണം സ്റ്റിയറിംഗ് വീൽ ഒരു ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. കൺട്രോൾസും അവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ലോഗോ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടത്. ഇവിടെ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, ഹെഡ്ലാമ്പ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തത്. കാരണം നമ്മൾ ബിയോണ്ട് എല്ലാ മോഡലും നോക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു ഇൻഫോടൈം സിസ്റ്റം കൊടുത്തത്. ധാരാളം ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും. കാഴ്ചയിൽ ചെറുതും പ്രവൃത്തിയിൽ വലുതുമാണ് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം. അത് കൺട്രോൾ ചെയ്യാൻ നോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മൈ വെഹിക്കിൾ ടച്ചബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. മൈ വെഹിക്കിൾ നോക്കുകയാണെങ്കിൽ ഡ്രൈവ്, വെഹിക്കിൾ സെറ്റിങ്സ്, ഡ്രൈവ് സെറ്റിങ്സ്, കണ്ടന്റ് ആൻഡ് മെയിൻ മെനു, ഡ്രൈവ് പ്രൊഫൈൽസ്, അങ്ങനെ വണ്ടിക്ക് ഇൻഫർമേഷൻ എല്ലാതും നമുക്ക് അറിയാൻ സാധിക്കും. ഓണേഴ്സ് ഹാൻഡ് ബുക്ക്, ഓണറിൻ്റെ എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ A to Z കാര്യങ്ങളും അവിടെ അറിയാൻ പറ്റും. പിന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാതും ഉണ്ട്. നാവിഗേഷൻ, നോട്ടിഫിക്കേഷൻ എല്ലാതും അവൈലബിൾ ആണ്. പിന്നെ നാളെ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഓൾഡ് സ്കൂൾ രീതിയിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, മീഡിയ കൺട്രോൾസ് ബട്ടൺസും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ വണ്ടിയിലൊക്കെ കാണുമ്പോൾ 1, 2 അത് ബട്ടൺസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് കൺട്രോൾ AC കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ആഷ്ട്രേ അതിൽ വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന രീതിയിലാണ്. ഞാനത് ക്ലോസ് ചെയ്തേക്കാം. കണ്ടോ, ഫുൾ ഒരു കവേർഡ് രൂപയായി. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് പോലും മനസ്സിലാവില്ല. ഇത് ഓപ്പൺ ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുക. പിന്നെ അവിടെ ഒരു 2 ചാർജിങ് സോക്കറ്റും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. കണ്ടോ, BMW കാണാൻ സെയിം ഗിയർ ബോക്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ സെഡാനിലൊക്കെ ചെറിയൊരു ഗിയർ നോബാണ്, ഇത് വലിയൊരു ഗിയർ നോബ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ട്രാഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ്സും വന്നിട്ടുണ്ട്, സ്പോർട്സ് മോഡ് വന്നിട്ടുണ്ട്. കണ്ടോ, സ്പോർട്സ് മോഡ് ആയപ്പോൾ ഇതിൽ മാറി കംഫർട്ട് മോഡ് ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ. സ്പോർട്ട്, കംഫർട്ട്, എക്കോ പ്രോ ഒരു മോഡ്, ഡ്രൈവ് മോഡ്സ് വന്നത് 3 ഡ്രൈവ് മോഡ്സ്. പിന്നെ കുറച്ച് ഡമ്മി ബട്ടൺസ് കാണാൻ സാധിക്കും. നമ്മൾ എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാം. അതിനാണ് ഈ 3 ബട്ടൺസ് കൊടുത്തുള്ളത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, നമ്മൾ നേരത്തെ കാണിച്ച ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന നോപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ്. ഇത് യൂസർ മാനുവൽ വെക്കാൻ പറ്റിയ വലിയൊരു ഗ്ലോ ബോക്സ് ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ചുറ്റും ആംബിയൻ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ആംബിയൻ ലൈറ്റ്സ് കാണാൻ സാധിക്കും. പിന്നെ റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്, ലാമ്പ്, പിന്നെ പെരോറമിക് സൺറൂഫും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം വലിയൊരു സൺറൂഫാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. വലിയൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൈസ് കൊടുത്തിട്ടുണ്ട്, മിററും വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്. കണ്ടോ, പാസഞ്ചറിലും മിറർ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലോസ് ചെയ്താൽ ലൈറ്റ് ഓഫ് ആവും, ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓൺ ആവും, ആ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇത്രയും പറയാനുള്ളത് ഇന്റീരിയറിനെ കുറിച്ച്. ഇത് നമുക്ക് സെക്കൻഡ് റോ കൂടി ജസ്റ്റ് നോക്കിയിട്ട് വരാം. നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള ഒരു സെക്കൻഡ് റോണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം ഈ വാഹനത്തിലുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, 2 USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സീറ്റ് ഫോൾഡ് ചെയ്ത് അതിന് റിക്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിവർ ഉണ്ടാവും. എല്ലാ സൈഡിലും ഒരു ലിവർ ഉണ്ട്. ഈ ലിവർ പ്രസ് ചെയ്ത് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ബാക്കിൽ ഇരുന്നിട്ട് 4 പേർക്ക് കംഫർട്ടായിട്ട് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാം. സെൻറ്ററിൽ ചെറിയ ടണൽ കാരണം കുട്ടികൾക്ക് മാത്രമാണ് കുറച്ചുകൂടി കംഫർട്ട് ഇരിക്കാൻ. പിന്നെ ചിൽ മൂഡ് യാത്ര ചെയ്യാൻ പിന്നെ ഒരു സൺറൂഫ് ബാക്ക് വരെ ഉള്ളതുകൊണ്ട് ഒരു ചിൽ മൂഡിൽ നമുക്ക് ഇവിടെ യാത്ര ചെയ്യാൻ സാധിക്കും. അത്രയും ഒരു ലക്ഷറി ഫീൽ ഒരു വണ്ടിയാണ്. എല്ലാവരുടെ ഒരു മനസ്സിലൊരു വണ്ടിയാണ് BMW. ഒരു BMW സ്വന്തമാക്കുന്ന എല്ലാവരും മനസ്സിലൊരു ഡ്രീം വണ്ടിയാണ്. പേഴ്സണലി ഇന്ത്യതും ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5 സീരീസിൻ്റെ വീഡിയോയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് 5 സീരീസ് BMW ലൈനപ്പിൽ. കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം സെഡാൻസാണ് BMW ലൈനപ്പിൽ. ഒരു സ്പോർട്സ് ഫീൽ കിട്ടണമെങ്കിൽ സെഡാൻ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ വേറൊരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ SUV യൂസ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല നമ്മളൊരു BM എടുത്തിട്ട് ഒരു കല്യാണത്തിന് പോകുമ്പോൾ 4 ആൾ നോക്കുന്ന ഒരു ഫീല് അതും വേറെ തന്നെയാണ്.
അപ്പോൾ നമുക്ക് യൂട്യൂബ് വരുമാനം കൊണ്ട് ഒരു BM എടുക്കാം. എല്ലാവരും ഒന്ന് പെട്ടെന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വണ്ടി എടുക്കുന്നതാണ്. നമ്മുടെ വണ്ടിയിൽ എല്ലാ സൈഡിലും ഷാൻ സിയാർസിൽ നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റിക്കറും നമ്മൾ കൊടുക്കുന്നതാണ്. നമുക്ക് ഇതിൽ എൻജിൻ പേരോട് കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 2 വട്ടം ലോങ് പ്രസ് ആണ്, എന്നാലാണ് ഓപ്പൺ ആവുക. അപ്പോൾ ഇവിടെ നമുക്ക് ബോണറ്റ് ഓപ്പൺ എന്ന് കാണാൻ സാധിക്കും. കണ്ടോ, ഓപ്പൺ എന്ന് കാണാനായിട്ട് സാധിക്കും. വാവ്. അപ്പോൾ ഇതാണ് ഇതിനൊരു എൻജിൻ പേ വന്നിട്ടുള്ളത്. ഫുള്ള് പാക്കിലൊരു എൻജിനാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. എൻജിനെ കുറിച്ച് പറയുമ്പോൾ 134 ഹോഴ്സ് പവറാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 230 NM ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫിക്കസിന് ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഒരു ഹൈഡ്രോക്സ് സെറ്റ് കാരണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 വട്ടം ലോങ് പ്രസ് ചെയ്യണമെന്നല്ലേ, ആ 2 ലോക്കാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. 2 ലോക്ക്. ഇവിടെ BMW ലോഗോ കൊടുത്തിട്ടുണ്ട്. ട്വിൻ പവർ ടർബോ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 2 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നേരെ ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ വീഡിയോന്റെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുതിയ സ്റ്റൈലിൽ വന്ന ഒരു സ്റ്റോക്ക് ആണെന്ന്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ BMW X1S ഡ്രൈവ് 20D X ലൈൻ ഒരു മോഡലാണ് ഈ വണ്ടി. വണ്ടിയുടെ മോഡൽ നോക്കുകയാണെങ്കിൽ 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. വെറും 36,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. പേ ടു സെറ്റ് സർവീസും ഫുള്ള് ചെയ്തിട്ടുള്ളത് കമ്പനിയാണ്. ഫുള്ള് BMW ഓതറൈസ്ഡ് ഷോറൂമിലാണ് എല്ലാ സർവീസും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോ ഫാമിലി ആരെങ്കിലും BMW SUV നോക്കുന്നവർക്ക് അവർക്ക് വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ചെറിയൊരു ബ്രേക്ക്. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.